ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ടീമേറ്റ്സ് അക്കാഡമി. സോ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് നമ്മുടെ RRB ALPയുടെ 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സിലബസിലും എക്സാം പാറ്റേണിലും വെയിറ്റേജിലും അങ്ങനെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള ചേഞ്ചസുമായിട്ടാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ വേക്കൻസീസ് എത്രയാണ്, കേരളത്തിൽ എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ദിവസമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ലാസ്റ്റ് ഈ പറഞ്ഞൊരു ഡേറ്റും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് 15th മുതൽ നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ടുണ്ട്, നിലവിൽ നമുക്ക് ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മന്ത് അതായത് ജൂൺ 14 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടും പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഫീയുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയുന്നുണ്ട് 16 തീയതി വരെയാണ് അല്ലേ. നെക്സ്റ്റ് 2 ദിവസം കൂടെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിനായിട്ട് കിട്ടുന്നുണ്ട്. ജൂൺ 16 വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫീ പേയ്മെൻറ്റിനായിട്ടുള്ള ഡേറ്റ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് നമുക്ക് മോഡിഫൈ നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന ഡേറ്റ് അല്ലേ, നമുക്കറിയാലോ എന്തെങ്കിലും ചേഞ്ചസോ ആയിട്ടുള്ള എത്തണമെങ്കിൽ കറക്ഷൻ വിൻഡോ ജൂൺ 17 to ജൂൺ 26 വരെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു 1 വീക്ക് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്ഷൻ വിൻഡോയും ഓപ്പൺ ആയിരിക്കും. അപ്പം നിലവിൽ നമുക്ക് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് 2-3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കിയിട്ടാൽ നമുക്ക് വേക്കൻസീസും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പ്രിഫറൻസിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം പോകും. അപ്പം നിലവിൽ നമുക്ക് എന്താണ്, വിൻഡോ ഓപ്പൺ ആണ്. 1 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടൈം നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് മന്ത് 14th വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡേറ്റ് വരാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും എക്സ്റ്റൻഷൻസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് കോഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കറൻറ്റ്ലി ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നോട്ട് ചെയ്തേക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതിലേക്ക് നമുക്ക് വരുമ്പോൾ അറിയാം ഒരുപാട് ഡിപ്ലോമാസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SLC ലെവൽ ക്വാളിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഈ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ +2 ITI നമുക്ക് വേണം, അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ കോഴ്സുകളുടെയും കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ എല്ലാം എന്തും കൂടെ നിങ്ങൾ അറിയാം, BTech ഉള്ളവർക്ക് അല്ലേ. BTech ഉള്ളവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന റെയിൽവേയുടെ ഒരു എക്സാമും കൂടിയാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒന്നും കൂടാതെ ഈ തന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിലെ ഏതൊരു ഡിഗ്രിയും അല്ലേ, BTech നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ BTech ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമുകളിൽ BTech വരുന്നവർക്ക് എല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ എല്ലാ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ ഡിപ്ലോമ ഏതൊക്കെയാണ് അല്ലെങ്കിൽ IT ഏതൊക്കെ ക്വാളിഫിക്കേഷൻസിൽ വരുന്നുണ്ട് എന്നുള്ളത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ചില ട്രേഡറിൽ അപ്രന്റീസ്ഷിപ്പും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ആൻഡ് BTech ഒരു ജനറൽ ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ നമുക്കറിയാം ഇതിനകത്ത് ജസ്റ്റ് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏജ് ഗ്രൂപ്പ് പറയും നമുക്കറിയാം അല്ലേ. ഏജ് ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് പറ്റുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു 7th അല്ലേ, 7th ലെവൽ 2 വരുന്ന പേ സ്കെയിലാണ് വരിക. A1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് അല്ലേ. ഇനിഷ്യൽ പേ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്, ഒരുപാട് അലവൻസും കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ. ഒരുപാട് അലവൻസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ALP എന്ന് പറയുന്നത്. ആൻഡ് ഏജ് പറയുന്നത് എത്രയാണ്, 18 to 30 ഇയേഴ്സ് ആണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ്. ആൻഡ് നിലവിൽ ഇതിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ വേക്കൻസീസിന്റെ എണ്ണം എന്ന് പറയുന്നത്, ALPക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ വേക്കൻസീസ് 11,127 ആണ്. 11,127 വേക്കൻസീസ് ആണ് നിലവിൽ ALPക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സോൺ വൈസ് വേക്കൻസി എത്രയാണ്, കേരളത്തിൽ എത്ര വേക്കൻസി വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ചെന്നൈ സോൺ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. ഏത് സോണിലാണ് കൂടുതൽ വേക്കൻസി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം നിങ്ങളതൊന്ന് നോട്ട് ചെയ്തേക്കാം. ആൻഡ് മൂവിങ് ഓൺ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ഡേറ്റ് ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഏജ് ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പറഞ്ഞ എത്രയാണ്, 18 മുതൽ 30 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് എന്ത് വരിക, ഏജ് ഗ്രൂപ്പ് വരിക. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എന്തും വരുന്നുണ്ട്, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. നോർമൽ ബാക്കി എക്സാംസിന്റെ എല്ലാം പോലെ തന്നെയാണ് അല്ലേ. SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 5 വയസ്സാണ്. നിങ്ങൾ 5 വയസ്സ് വരെ എന്ത് വരുന്നുണ്ട്, 5 വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിലാക്സേഷൻ വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടെയും എത്ര വരുന്നുണ്ട്, അവിടെയും 3 വർഷമാണ് അല്ലെ. 3 ഇയേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ നോർമലി എക്സ് സർവീസ്മെന്റെ കേസിലും ഓരോ കാറ്റഗറിയിലും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്. നോർമൽ ബാക്കി എക്സാമുകളെല്ലാം പോലെ തന്നെയാണ് എന്തും വരിക, ഇവിടെ നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ അതിനകത്ത് മറ്റ് എക്സാംസ് പോലെ തന്നെയാണ്. കൂടുതലായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരുന്നില്ല, നോക്കാനായിട്ട് വരുന്നില്ല. അപ്പം ഏജ് ഗ്രൂപ്പ് 18 to 30 ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിന്റെ കേസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാലോ ഫീ പേയ്മെന്റും എന്താണ്, ബാക്കി അല്ലാത്ത വേക്കൻസി അല്ലെങ്കിൽ അല്ലാത്ത പോസ്റ്റുകൾ പോലെ തന്നെയാണ് വരുന്നത്. ജനറൽ കാറ്റഗറി വരുമ്പോഴത്തേക്ക് എത്ര രൂപയാണ്, 500 രൂപയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് വരിക. ഓക്കെ, 500 രൂപയാണ് ഫീ പേയ്മെന്റ് വരിക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി നിങ്ങൾക്ക് എന്ത് കാണും, ഫീ പേയ്മെന്റിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും.
ഓക്കെ, 2 ദിവസങ്ങൾ കൂടി വരുമായിരിക്കും. അപ്പോൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 500 ആൻഡ് ഓഫ് കോഴ്സ് SC ST എക്സ് സർവീസ്മെൻ കാറ്റഗറി ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് 250 രൂപയാണ് എന്ത് വരിക, ഈ പറയുന്ന പോലെ ഫീ പേയ്മെന്റ് വരിക. ഓക്കെ, അതൊക്കെ നോർമൽ എക്സാംസ് പോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എക്സാം പാറ്റേണും മറ്റു ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക അല്ലേ. ഈ ഒരു 5 സ്റ്റേജസ് ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. ലാസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ, നമ്മുടെ മെഡിക്കൽ സ്റ്റേജും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ. അത് കൂടാതെ നമുക്കറിയാം എപ്പോഴും എന്ത് വരുന്നുണ്ട്, ഒരു CBT 1 ആൻഡ് CBT 2 കാറ്റഗറി ആയിട്ട് തന്നെയാണ് എക്സാം നടക്കുന്നത്. ഫസ്റ്റ് ഒരു CBT 1 സ്റ്റേജിൽ നമുക്ക് എക്സാം നടക്കുന്നുണ്ട്, സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ CBT 2 നടക്കുന്നുണ്ട്, ആൻഡ് ദെയർ ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നമുക്ക് ഒരു CBAT സ്റ്റേജും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും ഏതൊക്കെയാണ് ക്വാളിഫയിങ് സ്റ്റേജസ് വരുന്നത്, ആൻഡ് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ്, ആൻഡ് ഓരോന്നിൻ്റെ വെയിറ്റേജ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ എക്സാമിൻ്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ CBT 1ന്റെ കേസിൽ നമുക്ക് ആദ്യം നോക്കാം. CBT 1ന്റെ കേസിൽ വരുമ്പോൾ ഇവിടെ സിലബസിന്റെ കേസിലാണ് നമുക്ക് മേജർ അല്ലേ. നമ്മൾ പറഞ്ഞു ഒരുപാട് ചേഞ്ചസ് നിലവിൽ ALPയുടെ കേസിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ CBT 1ന്റെ സിലബസിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് CBT 1 എന്ന് പറയുമ്പോൾ ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ് അല്ലേ. ഇതൊരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്, ഒരു മിനിമം എന്താണ് വെയിറ്റേജ് മാർക്സ് മാത്രം സ്കോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലേ. CBT 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവിടെ എന്തൊക്കെയാണ് മേജർ സബ്ജക്ട്സ് വരിക. നമ്മൾ നോക്കുമ്പോൾ 60 മിനിറ്റ് ആണ് ടൈം വരിക, ആൻഡ് ക്വസ്റ്റ്യൻസ് എത്രയാണ് 75 ആണ്, മാക്സിമം 75 മാർക്സ് ആണ്, 1/3 ആണ് അല്ലേ. 1/3 ആണ് നിങ്ങൾക്ക് എന്ത് വരിക, നെഗറ്റീവ് മാർക്കിങ് വരിക. അതൊക്കെ നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു മേജർ ചേഞ്ച് വന്നിരിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കുക. സിലബസ് നോക്കുക, നമുക്ക് മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട്, മെന്റൽ എബിലിറ്റി ആൻഡ് ജനറൽ സയൻസ്, ഈ 3 കാറ്റഗറി ആയിട്ടാണ്. ഓക്കെ, സിലബസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. പക്ഷെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. ഓക്കെ, സിലബസിൽ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് ആണ്. അതായത് നമ്മുടെ ജനറൽ അവയർനെസ് പാർട്ടിൽ നിലവിൽ എന്താണ് ഈ പറയുന്ന പോലെ അറിയാലോ, ALP ആണ് ഒരു BTech ബേസ്ഡ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ സയൻസിന് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നുണ്ട്, സയൻസിന് മാത്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് ലാസ്റ്റ് ഇയറിലെ സിലബസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജനറൽ അവയർനെസ്സിൽ നിന്നും ആ ഒരു GK പാർട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിലവിൽ നമ്മുടെ CBT 1 എക്സാമിന് എന്തില്ല, GK ഇല്ല. ജനറൽ അവയർനെസ്സിൽ നിങ്ങൾക്ക് ജനറൽ സയൻസ് GS പാർട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് അവിടെ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിലവിൽ എക്സാമിന്റെ സിലബസിൽ വന്നിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ ആണോ, സെറ്റാണോ? അപ്പോൾ അതാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ GK നിങ്ങൾക്ക് എന്തില്ല, ഇത്തവണത്തെ എക്സാമിന് നിങ്ങൾക്ക് സിലബസിൽ CBT 1 വന്നിട്ടില്ല. ക്വാളിഫയിങ് സ്റ്റേജ് ആണ്, മെറിറ്റ് സ്റ്റേജ് അല്ല. നിങ്ങൾക്ക് വെയിറ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ നിങ്ങൾക്ക് എന്തില്ല, GK ഇല്ല. ഓക്കെ, ഈ 3 സബ്ജക്ട്സ് ആണ് അവർ CBT 1 വരുന്നുള്ള ശ്രദ്ധിക്കുക. അതിന്റെ സിലബസിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, എല്ലാം നമ്മുടെ കോമൺ സിലബസ് തന്നെയാണ്, കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് CBT 1ന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 75 മാർക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നതും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് വരുന്നുണ്ട്. നമുക്ക് CBT 2 സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഈ പറഞ്ഞ മെറിറ്റ് സ്റ്റേജ് ആണ് അല്ലേ. ഇതൊരു മെറിറ്റ് സ്റ്റേജ് ആണെന്നുള്ളത് നമുക്ക് അറിയാം, കാരണം ഇവിടെ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പാറ്റേൺ നിങ്ങൾ നോട്ട് ചെയ്തേക്കാം, കാരണം ഇതിന്റെ പാറ്റേണിൽ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട്. അതായത് there is 2 parts അല്ലേ, ചേഞ്ച് അല്ല, നമുക്ക് അതിന്റെ വെയിറ്റേജിന്റെ കേസിൽ പാർട്ട് A ആൻഡ് പാർട്ട് B നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ CBT 2 കേസിന്റെ നമുക്ക് പാർട്ട് എയും വരുന്നുണ്ട്, പാർട്ട് ബിയും വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് എ നമുക്ക് ടോട്ടൽ എത്രയാണ്, 100 ക്വസ്റ്റ്യൻസും, ആൻഡ് പാർട്ട് ബി എത്രയാണ്, 75 ക്വസ്റ്റ്യൻസും ആണ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ. ഇവിടെ 1.5 മണിക്കൂറും ആൻഡ് ഇവിടെ 1 മണിക്കൂറുമാണ്. പാർട്ട് ബിക്ക് 1 അവറുമാണ് നമുക്ക് എന്ത് ചെയ്യുക ടൈം വരിക. അങ്ങനെ ടോട്ടൽ 2.5 മണിക്കൂറിന്റെ എക്സാം 175 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ വരിക. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് പറയാം 1/3 തന്നെയാണ് അല്ലേ, 1/3 തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ട് എയും പാർട്ട് ബിയും വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മെറിറ്റ് സ്റ്റേജിലേക്ക് നമ്മളെങ്കിൽ ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ട് എയിലെ മാർക്ക് മാത്രമാണ് നിങ്ങൾ വെയിറ്റേജ് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക. കാരണം പാർട്ട് ബി എന്ന് പറയുന്നത് അതും എന്ത് മാത്രമാണ്, ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്, ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. നിങ്ങൾക്ക് മാർക്ക് കൺസിഡർ ചെയ്യാം, അതായത് മെറിറ്റ് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മാർക്ക് കൺസിഡർ ചെയ്യുക. ഏത് സ്റ്റേജിലെ മാർക്കായിരിക്കും, പാർട്ട് എയുടെ മാർക്കായിരിക്കും നിങ്ങൾക്ക് വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പാർട്ട് ബി എന്ത് മാത്രമാണ്, ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്നുള്ള ഓൾറെഡി നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെറിറ്റ് സ്റ്റേജ് ഏത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ഏത് തന്നെയാണ്, പാർട്ട് എ തന്നെയാണ്. അപ്പം അത് നമുക്ക് ജനറൽ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പഠിക്കാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ പാർട്ട് എയുടെ കേസിൽ നിങ്ങൾ നോക്കണ്ട. പാർട്ട് എ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരിക. നിങ്ങൾക്ക് എല്ലാവരും CBT ബേസ് എക്സാം ആണ് അവിടെ വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക.
ഓക്കെ. പക്ഷേ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഓരോ ട്രേഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റഡിങ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ് ഉണ്ട്. ആ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ ട്രേഡിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരിക. ഓക്കെ. അപ്പോൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ് ഏതാണോ, അല്ലെങ്കിൽ പാർട്ട് ബിക്ക് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ് അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ചോയ്സിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, അവിടെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഓരോ ക്വാളിഫിക്കേഷന്റെ ബേസിലും ഇവിടെ ഓരോ സ്ട്രീംസ് പറയുന്നുണ്ട്. ഇതിൽ ഏത് സ്ട്രീമാണ് നിങ്ങളെന്ന് പഠിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ സ്ട്രീമിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സബ്ജക്ട്സ് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യുന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ച ട്രേഡിന്റെ ബേസിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ട്രേഡിന്റെ ബേസിലുള്ള സബ്ജക്റ്റ് ബേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, പാർട്ട് ബിയിൽ വരിക. അപ്പോൾ ഈ ഓരോ ക്വാളിഫിക്കേഷന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വരും, അവിടെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ് അല്ലെ, ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ ബേസിലായിരിക്കും ഈ ഒരു പാർട്ട് ബിയിൽ നിങ്ങൾക്ക് എന്ത് വരിക, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരിക അല്ലേ. അപ്പോൾ പാർട്ട് എയുടെ വെയിറ്റേജ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ആൻഡ് മൂവിങ് ഓൺ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അതിന്റെ സ്റ്റേജ് ആണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നമ്മുടെ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, CBAT നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ യെസ്, ഓഫ് കോഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് CBT എക്സാമിൽ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ CBT 2ന്റെ പാർട്ട് എയുടെ വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് ഒന്ന് കൺസിഡർ ചെയ്യാന്നുള്ള കേസ് പറഞ്ഞു. അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തും കൂടെ ഈ പറയുന്ന പോലെ CBAT എക്സാം കൂടെ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയുന്ന പോലെ ഓൾമോസ്റ്റ് ടോട്ടൽ വേക്കൻസിയുടെ 8 മടങ്ങ് ആളുകൾ എടുക്കും. അതിൽ നിന്ന് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, അത് ഈ പറഞ്ഞ പോലെ പാർട്ട് എയുടെ CBT 2ന്റെ പാർട്ട് എയുടെ ബേസിലാണ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക, മെറിറ്റ് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞാലാണ് CBAT ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത്. അതായത് ലാസ്റ്റ് ഇയറിൽ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ CBT നമ്മൾ ഈ പറഞ്ഞ CBT 2ന്റെ പാർട്ട് എയുടെ 73%ഉം CBATയുടെ 30% ആയിരുന്നു എന്തിരുന്നത്, വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് മാറി, അതായത് 70-30 എന്നുള്ളത് മാറിയിട്ട് ഇപ്പം 50-50 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ടോട്ടൽ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50% വെയിറ്റേജ് ഈ പാർട്ട് എയുടെയും CBT 2ന്റെ പാർട്ട് എയുടെയും അതേ ഇമ്പോർട്ടൻസ് തന്നെ CBATയുടെയും വെയിറ്റേജ് എത്ര തന്നെയാണ്, 50% തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ CBATയുടെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. വെയിറ്റേജ് കറന്റ് ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതാണ് മേജറായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. അപ്പോൾ ഈ സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട്, വെയിറ്റേജിന്റെ കേസിലും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളും അതിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇതിന് ശേഷം നമുക്ക് എന്തൊക്കെ തന്നെയാണ് വരുന്നത്, ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്, മെഡിക്കൽ വരുന്നുണ്ട്. ഞാൻ പറയാം ലെവൽ സ്റ്റാൻഡേർഡ് ആണ് മെഡിക്കൽ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാറ്റം. സിലബസിലും അതുപോലെ വെയിറ്റേജിന്റെ കേസിലുമാണ് പ്രധാനമായിട്ടും 2 മാറ്റങ്ങൾ നിലവിൽ ALPയുടെ കേസിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ സോൺ വൈസ് നമുക്ക് വേക്കൻസി നോക്കാം. നമ്മൾ ഈ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സോൺ ആയിരിക്കും ചെന്നൈ സോൺ എന്ന് പറയുന്നത് അല്ലേ. ചെന്നൈ സോൺ നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സോൺ ആയിരിക്കും. അപ്പോൾ ചെന്നൈയിൽ നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയാണ്, ടോട്ടൽ 186 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 186 വേക്കൻസി ചെന്നൈ സോണിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഭോപ്പാൽ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. 600 വേക്കൻസി ഒക്കെയാണ് ഇവിടെ അജ്മീർ റീജിയനിലൊക്കെ അവിടെ ടോട്ടൽ കുറേ വരുന്നുണ്ട്. ദെൻ ഇവിടെ വരും ഭുവനേശ്വർ 801 വേക്കൻസീസ് വരുന്നുണ്ട്. സോ അത്തരത്തിലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് നോട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും വേക്കൻസി നമുക്കറിയാം ടോട്ടൽ 10,000 സംതിങ് പ്ലസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തേക്കും, ഒന്ന് നോട്ട് ചെയ്തേക്കും. ഇവിടെ മുംബൈയിലേക്ക് വരുമ്പോൾ അറിയാലോ കൂടുതൽ വേക്കൻസീസ് വരും. ട്രിവാൻഡ്രം നമുക്ക് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 64 വേക്കൻസീസ് ആണ്. ഓക്കെ. ട്രിവാൻഡ്രം സോണിൽ നമുക്ക് വന്നിരിക്കുന്ന എത്ര വേക്കൻസീസ് ആണ്, 64 വേക്കൻസീസ് ആണ് ടോട്ടൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ALPയുടെ ഒരു കറന്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് എത്ര വേക്കൻസീസ് ആയി കഴിഞ്ഞു, 11,127 വേക്കൻസീസ് നിലവിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു, റിപ്പോർട്ട് ചെയ്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒരു സിലബസിലും അതുപോലെ എന്താണ് ഒരു എക്സാമിൻ്റെ വെയിറ്റേജിൻ്റെ കേസിലൊക്കെ വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കുറിച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക അല്ലേ. GK പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് കൂടുതലായിട്ട് വരുന്നു. മാത്സിനും സയൻസിനും ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു എക്സാമും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ ALPയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓൾറെഡി വിൻഡോ ഓപ്പൺ ആണ്. നല്ല രീതിയിൽ എൻക്വയറീസും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ശ്രദ്ധിച്ച് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.